T20 വേൾഡ് കപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയിരുന്നു. ഇന്ത്യയെ ലോകകപ്പ് നേട്ടത്തിലെത്തിച്ചാണ് രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിയുന്നത്. എന്നാൽ ദ്രാവിഡിന് പകരം ഗൗതം ഗംഭീറിനെയാണ് പുതിയ പരിശീലകനായി ഇന്ത്യൻ ടീം സെലക്ട് ചെയ്തിരിക്കുന്നത്. 3.5 വർഷത്തെ കരാറാണ് ഗൗതം ഗംഭീറുമായി ഇന്ത്യൻ ടീം ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി വരുന്ന സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കുന്നത്. പരിശീലകനായ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ഗൗതം ഗംഭീറിന് പല ഡിമാൻഡുകളും ഉണ്ടായിരുന്നുവെന്നും അതിൽ പലതും BCCI അംഗീകരിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി വരുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് ഹർദിക് പാണ്ഡ്യക്കാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. T20 ലോകകപ്പിൽ ഹർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ഉപനായകനായിരുന്നു. രോഹിത് ശർമ്മ T20യിൽ നിന്നും വിരമിച്ച സാഹചര്യത്തിൽ അടുത്ത നായക പ്രതീക്ഷയിലേക്ക് ഉയർന്നു വന്ന താരം കൂടിയായിരുന്നു ഹർദിക് പാണ്ഡ്യ. എന്നാൽ ഹർദിക്കിനെ ക്യാപ്റ്റനാക്കാൻ ഗംഭീറിന് താല്പര്യമില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗംഭീർ മറ്റൊരു താരത്തെയാണ് ക്യാപ്റ്റനായി തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗൗതം ഗംഭീർ പരിശീലകനായി വരുമ്പോൾ ഏറ്റവും അധികം നേട്ടം ലഭിക്കാൻ പോകുന്നത് സൂര്യകുമാറിനാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാറിനെ T20 ടീമിന്റെ ക്യാപ്റ്റനാക്കി മാറ്റണം എന്നാണ് ഗംഭീറിന്റെ ആവശ്യം. നേരത്തെ പല കളികളിലും ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ഇന്ത്യൻ T20 ടീമിനെ സൂര്യകുമാർ യാദവ് നയിച്ച പരിചയ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. പല അവസരത്തിലും ഹർദിക് പാണ്ഡ്യയെ പരുക്ക് അലട്ടിക്കൊണ്ടിരുന്നതും അദ്ദേഹത്തിന് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണെന്നാണ് കരുതപ്പെടുന്നത്. 2023 വേൾഡ് കപ്പിന് ശേഷം ഹർദിക് പാണ്ഡ്യ ഒരുപാട് കാലം പരിക്കിന്റെ പിടിയിലായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടുമിക്ക കളികളും ഇന്ത്യൻ ടീമിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. ഈ മാസം അവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ് ഗംഭീർ പരിശീലകനായി സ്ഥാനമേൽക്കുന്നത്. 3 വീതം മത്സരങ്ങളുള്ള T20യും ഏകദിന മത്സരങ്ങളുമാണ് ശ്രീലങ്കയിൽ ഇന്ത്യ കളിക്കാനായിരിക്കുന്നത്. ജൂലൈ 28-നാണ് ഇന്ത്യയുടെ ശ്രീലങ്കയുമായുള്ള ആദ്യ T20 മത്സരം നടക്കുന്നത്. അതിനുശേഷം ഏകദിന മത്സരങ്ങളും നടക്കും. 2027 ഡിസംബർ വരെയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി BCCIയുമായുള്ള കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഗൗതം ഗംഭീറിന്റെ പരിശീലക മികവെല്ലാം നമ്മൾ IPL സീസണുകളിൽ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രങ്ങൾ ഇന്ത്യക്ക് ഫലപ്രദമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.